Next, let's see model test paper number 2. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മോഡൽ ടെസ്റ്റ് പേപ്പർ നമ്പർ 1 ചെയ്തപ്പോഴേക്ക് ഏകദേശം 45 മിനിറ്റ്സോളം എടുത്തു. സോ വാട്ട് വി വിൽ ഡു ഇസ് നമ്മൾക്ക് കേസ് സ്റ്റഡിയിൽ ആദ്യം MCQ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അറിയാവുന്നതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് പോയിട്ട് കേസ് സ്റ്റഡി വായിക്കേണ്ട ഭാഗം എത്തുമ്പോഴേക്കും വാട്ട് വിൽ ഡു നമുക്ക് റിവേഴ്സ് ഓർഡറിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കേസ് സ്റ്റഡിയിലോട്ട് വരാം. അതർവൈസ് ഇറ്റ് ഇസ് ടേക്കിംഗ് ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേഗം നോക്കി തീർക്കാനും പറ്റും. ഓക്കെ, സോ MCQ number 2, MTP number 2, this one, Echo over here, Echo Solutions Private Limited engage in manufacturing and supply of energy products ആണ് ഉള്ളത്. Okay, so trader ആണ്. So let's see one by one. At what point of time the tax will be payable in relation to advance received by the company? Goods അല്ലേ ഡീൽ ചെയ്യുന്നത്. ഗുഡ്സ് ആകുമ്പോഴേക്കും അഡ്വാൻസിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ കൊടുത്താൽ മതി, എന്താ പറയുക, ഇൻവോയ്സ് റേസ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി അല്ലേ. ടാക്സ് ഇസ് പേബിൾ അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ആണോ? ടാക്സ് ഇസ് പേബിൾ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലേ, ശരിയല്ലേ. ഗുഡ്സ് ആകുമ്പോഴേക്കും 66/2017. Is that clear? Notification 50% is taxable at the time of tax payable at the time of issuance of receipt voucher. So this will be the answer 1B, because goodsന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്വാൻസിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ടാക്സ് ഇസ് പേബിൾ അറ്റ് ദ ടൈം ഓഫ് what? Supply of goods, that is date of issue of invoice or last date to issue invoice under section 31. Okay, is that clear? Whichever is earlier, 66/2017. Okay, moving further, so I think this is better, right? So the total amount of supplied during the month of March 2024 to be reported in GSTR 1 എത്രയായിരിക്കും എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ചോദ്യം നോക്കേണ്ട ആവശ്യമുണ്ട്. മാർച്ച് മാസം റിപ്പോർട്ട് ചെയ്യേണ്ട ടേൺ ഓവർ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ മാർച്ചിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ അഡ്വാൻസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞു ഇവിടെ 1 crore. ഫോർ ദ മന്ത് ഓഫ് മാർച്ചിൽ എന്താ സംഭവിച്ചത്? ദ കമ്പനി സോൾഡ് ഗുഡ്സ് വർത്ത് 5 crore സെൽ ചെയ്തു. ഓക്കെ, ആൻഡ് പ്രൊവൈഡഡ് സർവീസസ് എമൗണ്ടിങ് ടു 1 crore. 1 crore സർവീസസും പ്രൊവൈഡ് ചെയ്തു. സോ അപ്പോൾ എത്രയായി ടോട്ടൽ? 6 crore ആയി. The goods worth 1 crore sold under the multiple invoices were return ചെയ്തു by the customer due to defective quality in the month of മാർച്ചിലാണ് റിട്ടേൺ ചെയ്തത്. എത്രയുള്ളത്? 1 crore. അപ്പോൾ റിട്ടേൺ 1 crore കുറക്കണം. ഓക്കെ, സോ വിച്ച് ഇസ് ഒറിജിനലി സോൾഡ് ഇൻ ദ മന്ത് ഓഫ് ജനുവരിയിൽ സെൽ ചെയ്താണ് മാർച്ചിൽ റിട്ടേൺ ചെയ്തത്. സോ മാർച്ചിൽ ഏത് സെയിലാണ് കാണിക്കേണ്ടത്, വാല്യൂ കാണിക്കേണ്ടത് എന്നുള്ളത്. സോ 5 + 1 = 6 crore. റിട്ടേൺ ചെയ്ത് 1 crore, സോ = 5 crore ആണ് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ലെറ്റ് സി ഓവർ ഹിയർ GSTR 1 മാർച്ച് മന്ത് കാണിക്കേണ്ടത് എത്രയാണ്? 2B ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സോ ഐ തിങ്ക് ദിസ് മെത്തേഡ് ഇസ് ബെറ്റർ. ഓക്കെ, സോ മറ്റേത് തന്നെ കറക്റ്റ് രീതി, പക്ഷേ ഇൻ ഓർഡർ ടു സേവ് ടൈം ഐ തിങ്ക് വിൽ മൂവ് with this method. Which of the following is correct in relation to what? Goods returned value of 1 crore. ഒരു കോടിയുടെ ഗുഡ്സ് ഇവിടെ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ. ഗുഡ്സ് 1 crore sold under multiple invoices were returned. എന്താണ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് സി ക്വസ്റ്റ്യൻ നമ്പർ 3. കമ്പനി ഹാസ് എൻ ഓപ്ഷൻ ടു ഇഷ്യൂ സിംഗിൾ ക്രെഡിറ്റ് നോട്ട് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. മൾട്ടിപ്പിൾ ഇൻവോയ്സസിൽ ചെയ്തതാണ് എന്ത് ചെയ്തത്, റിട്ടേൺ ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so over here customer due to defective which were originally sold in the month of January. Okay, so let's see over here ഒറ്റ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ മതി. എന്തിന്? എല്ലാ ഇൻവോയ്സസിന് അഗൻസ്റ്റ് ആയിട്ട്. മാൻഡേറ്ററി ഇഷ്യൂ സെപ്പറേറ്റ് ക്രെഡിറ്റ് നോട്ട്. സോ ഓരോ ഇൻവോയ്സസിനും ഇൻവോയ്സ് നമ്പർ 1 ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺ ചെയ്യുന്ന ക്രെഡിറ്റ് നോട്ട് വേറെ CN1 എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രെഡിറ്റ് നോട്ട് എന്ത് ചെയ്യണം. വേറെ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, CN2 എന്ന് പറഞ്ഞാൽ വേറെ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ എത്ര ഇൻവോയ്സസ് ഉണ്ട്? 1 2 3 4 5 ഇൻവോയ്സ് ഉണ്ട്. ഇതിനെല്ലാം കൂടിയായിട്ട് ഒറ്റ ക്രെഡിറ്റ് നോട്ട് മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ദ കമ്പനി കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട്. ഇല്ല, ദ കമ്പനി ക്യാൻ ഓൺലി ഇഷ്യൂ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട്. കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് ഓൾറെഡി നമ്മൾ കണ്ടാണ് ടാക്സ് ഇല്ലാത്തതിനെ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ആൻസർ വിൽ ബി 1A. ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് 3A ആയിരിക്കും ആൻസർ. ഒറ്റ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ മതി എല്ലാത്തിനുമായിട്ട്. ഓക്കെ, സോ 3A will be the answer. Is that clear? So moving further, in case return goods are sold by the company to the customers other than related parties. Okay, related party അല്ല, unrelated അല്ലേ. unrelated ആണെങ്കിൽ CA lipstick എന്തായിരിക്കും value of supply? transaction value is the value of supply. Okay, so equivalent to the ഏതായിരിക്കും value of supply? ഗുഡ്സ് റിട്ടേൺ ചെയ്തു, 1 കോടിയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് വന്നല്ലോ. അത് റിലേറ്റഡ് പാർട്ടീസിനല്ല കൊടുത്തത്, അൺറിലേറ്റഡ് പാർട്ടീസിനാണ് കൊടുത്തത്. ഓക്കെ, സോ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈയിലെ തിയറി പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തതാണ്, കണ്ട കാര്യമാണ്. ഓക്കെ, അൺറിലേറ്റഡ് ആണെങ്കിൽ പ്രൈസ് ഷാൽ ബി ദ സോൾ കൺസിഡറേഷൻ. ഇസ് ദാറ്റ് ക്ലിയർ ഓവർ ഹിയർ? ഓക്കെ, അൺറിലേറ്റഡ് ആണെങ്കിൽ പ്രൈസ് ഷാൽ ബി ദ ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും.
value of supply. So here it will be transaction value subject to the conditions of 15 to discount. This will be the answer. Okay, 4D answer. Is that clear? 4D and the answer transaction value. Okay, related final level valuation rules apply. Okay, moving further to next query. Which of the following option is correct in relation to invoice of 1 lakh issued by the customer for the expenses relating to what? Returned goods. Okay, return goods. Which of the following option is correct in relation to invoice of 1 lakh issued by the customer for the expenses relating to returned goods? Okay, over here let's see. And the 1 lakh in the customers who returned the goods issued an invoice to Gujarat unit. Every unit in multiple states the company manufactures so and so. Gujarat customers invoice issue. Okay, issue the expenses 1 lakh for the expenses related to return the goods. The goods were initially sold from Gujarat unit, the company, but the same were returned to Maharashtra unit by the company. Okay, and subsequently moved by the company from Maharashtra unit to Gujarat unit. Okay, that is original place of supply. The company is registered in both states. 1 lakh in invoices a customers raise. So inward supplies input tax credit. So over here fifth one, which of the following option is correct in relation to invoice of 1 lakh issued by the customers? Customers issue invoice raise. The company shall be eligible to avail full input tax credit, shall not be eligible. Block credits ineligible. Company shall not be allowed to avail excess of 50%. Company shall be allowed to claim input tax credit only if it has not issued any credit note. So 5A answer. Let's see. 5A is the answer. Inward supplies input tax credit can be claimed. Okay. Next, question number 6. While moving the goods from Maharashtra unit to Gujarat, okay, Maharashtra unit in the Gujarat unit by the company, the goods shall be accompanied by, okay, sale the goods were initially sold from Gujarat unit in the sell of the company, but the same for return to Maharashtra return okay, unit of the company and subsequently moved by the company from Maharashtra and Gujarat. First sell Gujarati, but customers return Maharashtra. And Maharashtra transfer. Okay, so let's see over here query. While moving the goods from Maharashtra to Gujarat, in the document invoice distinct entities movie goods and movie. Let's see. The document move okay. Delivery use movie the distinct entity supply constraint. So original invoice issued in January invoice issued by returning customer to the Gujarat invoice by Maharashtra unit to Gujarat unit, or delivery challan issued by the customer to the company. Let's see over here. 6. C is the answer, invoice issued. Because supply item we discuss distinct person price in the category code price related person, distinct person, supply invoice and e-way bill transfer if the value is above 50,000. Here the returned value is 1 lakhs so I mean 1 crore e-way bill invoice transfer. So answer will be 6C. Okay, because price in the distinct person supply. Okay. Moving further, Mr. Jambilal of Himachal Pradesh starts new business and makes the following supplies in the first month. Okay, Jambilal of Himachal Pradesh intra-state supply of goods worth intra-state 17 lakhs, exempted goods under 1 lakh, interstate under taxable goods amounting to 17 lakhs. So total 1 lakh, it comes to 19 lakhs sales. Whether he is required to obtain registration ennalana chodyam. So if goods service goods okay, so 40 lakhs in the limit under Himachal Pradesh so 19 lakhs പക്ഷേ ഇവിടെ interstate supply ഉണ്ട്. എന്തുണ്ട്? Interstate supply ഉണ്ട്. So section 24 എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ സെക്ഷൻ 24 അല്ലേ? Interstate
സെക്ഷൻ 24-ൽ നമ്മൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, ഇൻ്റർ സ്റ്റേറ്റ് സെക്ഷൻ 24-ൽ മാൻഡേറ്ററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ട് അല്ലേ. സോ സെക്ഷൻ 24-ൽ പറയുന്നുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടേൺ ഓവർ ലിമിറ്റ്, ടേൺ ഓവർ ഇസ് നോട്ട് എ ക്രൈറ്റീരിയ, ഐസ്റീൻ വിൽക്കാം അല്ലേ. സെക്ഷൻ 24 കമ്പൽസറി രജിസ്ട്രേഷൻ. സോ ഇൻ്റർ സ്റ്റേറ്റ് ഉണ്ടെങ്കിലും മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആണ്. 19 lakhs ആണെങ്കിലും ഇൻ്റർ സ്റ്റേറ്റ് വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, മാൻഡേറ്ററി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ലെറ്റ് സീ ദ ആൻസർ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജംബില ഇസ് ലൈബിൾ ടു ഒബ്റ്റെയിൻ ആസ് എ ത്രെഷോൾഡ് ലിമിറ്റ് ഇസ് 10 lakhs. ജംബില ഇസ് നോട്ട് ലൈബിൾ ടു ഒബ്റ്റെയിൻ, നോട്ട് ലൈബിൾ അല്ല എന്തായാലും, ഈസ് ലൈബിൾ ടു ഒബ്റ്റെയിൻ ആസ് ഹി മേക്സ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. സോ 7C ആയിരിക്കില്ലേ ആൻസർ വരുന്നത്. സോ ലെറ്റ് സി ഓവർ ഹിയർ 7C ആണ് ആൻസർ വന്നിരിക്കുന്നത്. ബിക്കോസ് ഹി ഈസ് മേക്കിംഗ് വാട്ട്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ സെക്ഷൻ 24. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. Then moving to question number 8. Simmo Singh, a resident of Punjab, is having residential property. Kando residential property renting ആയിരിക്കും, renting of resident for to a family ആണ് കേട്ടോ. സോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM വരും അല്ലേ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM ഫോർ ഫാമിലിയാണ്, പെർ ആനം ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ഓക്കെ. എന്താ ഇവിടെ പറയുന്നത്, വെദർ ഹി ഈസ് ലൈബിൾ ടു ഗെറ്റ് രജിസ്ട്രേഷൻ. 72 lakhs ഉണ്ട്, അതുണ്ടോ ഗ്രേറ്റർ ദാൻ, വലിയ എമൗണ്ട് അല്ലേ. സോ ഗ്രേറ്റർ ദാൻ എത്രയാണ്, 20 lakhs, 10 lakhs, 40 lakhs ഒക്കെയാണ്. പക്ഷേ നമ്മൾ റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു എക്സംഷൻ കണ്ടായിരുന്നു. ഏത് ചാപ്റ്ററിൽ, എക്സംഷൻസിൻ്റെ ചാപ്റ്ററിൽ എന്താ നമ്മളവിടെ കണ്ടത്, റെസിഡൻഷ്യൽ ഡ്വെല്ലിങ് അല്ലേ. നമ്മളെന്തായിരുന്നു എക്സംഷൻ കണ്ടത്, സി റെസിഡൻസ് അല്ല. റെസിഡൻസിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ, പ്യുവർ ലേബർ, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ. പിന്നെ എന്താ പറയുക, ഇവിടെ സർവീസസ് ബൈ ഓഫ് റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് യൂസ് ആസ് റെസിഡൻസ് ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എക്സെംപ്റ്റ് എന്നുള്ളതാണ് കണ്ടത്. എക്സെപ്റ്റ് വേർ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഇസ് റെൻറ്റഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വാട്ട്, taxable. Is that clear? So in this case 72 lakhs ഉണ്ടെങ്കിലും ആൻസർ വിൽ ബി രജിസ്ട്രേഷൻ ഇസ് നോട്ട് റിക്വയർഡ് എന്നുള്ളതാണ് ആൻസർ. സർവീസ് ബൈ വേ നോ, സർവീസ് ബൈ ഓഫ് റെൻറ്റിംഗ് ഓഫ് റെസിഡൻസ് എക്സെപ്റ്റ്. ആൻഡ് 8B ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ. സോ ഐ തിങ്ക് ഈ മെത്തേഡാണ് ബെറ്റർ എന്ന് തോന്നുന്നു. സോ നമുക്ക് ആ റീഡിംഗ് ടൈം എന്ത് ചെയ്യാം, അവിടെ കുറക്കാം. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ടാക്സിൻ്റെ പ്രോബ്ലത്തിലേക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. ഈ ഒരു നന്ദൻ ലാൽ registered under GST. Okay. So let's see the next query. Output input നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയതായിരുന്നു എങ്ങനെ അത് അനലൈസ് ചെയ്യണം എന്നുള്ളത്. നന്ദൻ ലാൽ രജിസ്റ്റർ അണ്ടർ GST in case സപ്ലൈങ് ഓഫ് സർവീസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. സോ ഇൻ ഹൈദരാബാദ് ഹി ഹാഡ് ഫർണിഷ്ഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സോ 40 lakhs ലിമിറ്റ്സിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ തന്നെ. സോ കർണാട്ടിക് മ്യൂസിക് പെർഫോം ചെയ്തു. സോ ഇത് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. ഔട്ട്ഡോർ കേറ്ററിംഗ് അവെയിൽ ചെയ്തു. സോ ഇത് ITC റിലേറ്റഡ് ആണ്. സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റുഡൻസ് പ്രൊവൈഡ് ചെയ്തു, ഔട്ട്വേർഡ് ആണ്. ലീഗൽ സർവീസ് അവെയിൽ ചെയ്തു. സോ ഇത് ITC റിലേറ്റഡ് ആണ്. സർവീസസ് പ്രൊവൈഡ് ടു IFP ബാങ്ക് ആണ്. സോ ഇത് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. റിക്കവറി ഏജന്റ് സർവീസസ് പ്രൊവൈഡഡ്. സോ ദിസ് ഇസ് ഔട്ട്വേർഡ് സപ്ലൈസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഫോർ ജനറൽ ഇൻഷുറൻസ് ടേക്കൺ ഓൺ എ കാർ യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഓക്കെ, ITC ആണ്. ഓക്കെ, സോ ഇതിൽ ബ്ലോക്ക് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഔട്ട്വേർഡിൽ നമുക്ക് ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും കൊടുക്കുക. ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ITCയും കൂടി കൺസിഡർ ചെയ്യുക. RCM ഉണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് ടാക്സിലും വരും, ഇൻപുട്ട് ടാക്സിലും വരും. ഇസ് ദാറ്റ് ക്ലിയർ? So over here, Carnatic music performance given by Nandan Lal to promote a brand of ready-made garments. So brand ambassador, brand എന്നുള്ള കണക്ക് വരും. So over here Carnatic നമുക്കറിയാം ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് അല്ല എക്സംഷൻ കണ്ടായിരുന്നു. ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ എന്തില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത് എക്സംഷൻസിൽ അല്ലേ. ബ്രാൻഡ് അംബാസഡർ ഓക്കെ 1,50,000 എക്സംഷൻ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത്, ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ നമ്മൾ കണ്ടത്. ഓക്കെ, സോ യു ക്യാൻ സി ഓവർ ഹിയർ സർവീസ് ബൈ ആർട്ട് ഓഫ് ക്ലാസിക്കൽ so and so not more than 1,50,000 ആണ് എക്സംഷൻ ആണ്. However, the exemption shall not apply for services provided as an artist of brand ambassador. Is that clear? So in this case 1,40,000 എന്തായിരിക്കും, ടാക്സബിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. You can see കർണാടക ആണെങ്കിലും ബ്രാൻഡ് അംബാസഡർ എന്നുള്ള കണക്കായത് കൊണ്ടിട്ട് ഇറ്റ് വിൽ ബിക്കം വാട്ട്, ടാക്സബിൾ. ഇസ് ദാറ്റ് ക്ലിയർ? CGST, SGST, IGST എന്നുള്ള കോളംസ് കൊടുക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. സോ ഇത് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്തു, ഇത് ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ഔട്ട്വേർഡ് സപ്ലൈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസ് ആണ്, പ്രൊവൈഡ് ടു കോളേജ് ആണ്. അപ് ടു ഏതേ ഉള്ളൂ, HSS ഉള്ളൂ എക്സംഷൻ ഉള്ളത് അല്ലേ. അപ് ടു HSS ഉള്ളൂ അല്ലേ, അപ് ടു HSS ഉള്ളൂ എക്സംഷൻ ഉള്ളത്. നമ്മളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ കണ്ടതാണ്. സോ ഓവർ ഹിയർ ഇത് കോളേജിനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബിക്കം വാട്ട്, ടാക്സബിൾ. ഇസ് ദാറ്റ് ക്ലിയർ? സോ
ഇവിടെ നമ്മൾ കണ്ടായിരുന്നു എക്സംഷൻ എന്താ അപ് ടു HSS. ഇസ് എ ക്ലിയർ? ഒംനിബസ് ട്രാൻസ്പോർട്ടേഷൻ അപ് ടു HSS ആണ് എക്സംഷനിൽ ഉണ്ടായിരുന്നത്. നൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു കോളേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബിക്കം വാട്ട്? ടാക്സബിൾ അല്ലേ? ലെറ്റ്സ് സി. Providing education as a part of curriculum. Okay, so over here we can see here transportation 1 lakh, intra-state ana, so CGST plus what? SGST. Okay, education other than education up to, is that clear? Moving further, so idum nammal crack chedu ee outward supply. Next, services provided to IFB bank as business correspondent ana with respect to accounts in a branch urban area ana. Okay, റൂറൽ ഏരിയ ആണെങ്കിലാണ് എന്ത് എക്സംഷൻ വരുന്നത്. ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യമുള്ളത്. സോ ഓവർ ഹിയർ വി ക്യാൻ സി, ഓക്കെ, സർവീസസ് പ്രൊവൈഡഡ് IFB ബാങ്ക് കറസ്പോണ്ടൻറ്റ് സർവീസ് പ്രൊവൈഡ് ബൈ ബിസിനസ് കറസ്പോണ്ടൻറ്റ് ടു എ ബാങ്കിങ് കമ്പനി ആർ നോട്ട് എക്സംപ്റ്റ് അല്ല വെൻ സച്ച് സർവീസസ് ആർ പ്രൊവൈഡഡ് ടു അർബൻ ഏരിയ. ഓക്കെ, റൂറൽ ആകുമ്പോഴേക്കും ഇറ്റ് വിൽ ബിക്കം വാട്ട്? എക്സംപ്റ്റഡ് ആയിട്ട് വരും. സോ ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതും എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? ഇൻട്രാസ്റ്റേറ്റ് ആണ്. സോ എന്താ പറയുക, ഇതും ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ്, ഔട്ട്വേർഡ് സപ്ലൈസ് റിക്കവറി ഏജൻറ്റ് സർവീസസ് പ്രൊവൈഡ് ടു എ കാർ ഡീലർ. കാർ ഡീലറാണ് റിക്കവറി. നമ്മൾ കണ്ടായിരുന്നു ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ് RCM റിക്കവറി ഏജൻറ്റ് അവിടെ വരുന്നുണ്ട്. RCMൽ 6, പക്ഷേ അവിടെ റിക്കവറി ഏജൻറ്റ് പ്രൊവൈഡിങ് സർവീസ് ടു ബാങ്കിൻ്റെ RCM കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ ടു എ കാർ ഡീലറാണ് കൊടുത്തത്. സോ അത് ഔട്ട്വേർഡ് സപ്ലൈ ടാക്സബിൾ കാറ്റഗറിയിലേക്ക് തന്നെ വരും. സോ ഓവർ ഹിയർ വി ക്യാൻ സി ഹിയർ ദാറ്റ് ഹസ് ബീൻ നോട്ട് കൺസിഡേർഡ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ 15,000 ഫോർവേഡ് ചാർജിലേക്ക് തന്നെ വരും. ഓക്കെ, സോ എല്ലാ ഔട്ട്വേർഡ് സപ്ലൈസും എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു RCM വരുന്നതായിട്ട് ഇവിടെ ഉണ്ട്. ആ പ്രോബ്ലം അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. സോ ഓവർ ഹിയർ ലീഗൽ സർവീസസിൻ്റെ RCM വരുന്നുണ്ട്. ഓക്കെ, സോ അതും നമ്മൾക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതാണല്ലോ RCM. ഓവർ ഹിയർ ITC നമുക്ക് നോക്കാം. ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസ് അവൈൽ ഫോർ മാർക്കറ്റിംഗ് ഓർഗനൈസ്ഡ് ഇവൻറ്റ്. ഔട്ട്ഡോർ കേറ്ററിംഗ് ഔട്ട്വേർഡ് സപ്ലൈയും എന്തായിരിക്കണം? ഔട്ട്ഡോർ കേറ്ററിംഗ് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ITC കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഔട്ട്ഡോർ കേറ്ററിംഗ് നമ്മളത് കണ്ടായിരുന്നു അല്ലേ? സോ ഈ ഔട്ട്വേർഡ് സപ്ലൈയും സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ ITC കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. ഇതിൽ ഹോൾഡിൽ എന്തായിരുന്നു? ഔട്ട്ഡോർ കേറ്ററിംഗ് ആണ്. ഔട്ട്വേർഡ് സപ്ലൈ എന്താണ് ഇവിടെ? ഔട്ട്വേർഡ് സപ്ലൈ ഔട്ട്വേർഡ് കേറ്ററിംഗ് അല്ല. ഔട്ട്വേർഡ് സപ്ലൈ എന്താണെന്ന് പറയുന്നത്? ഔട്ട്വേർഡ് സപ്ലൈ ഇസ് സപ്ലൈങ് സർവീസസ്. വേറെ എന്ത് സർവീസസ് ആണ് കൊടുക്കുന്നത്? സോ ഇതിൻ്റെ ITC എന്തായില്ല? ഇതിൻ്റെ ITC കിട്ടില്ല. ഓക്കെ, ഓവർ ഹിയർ ITC ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സി ഓവർ ഹിയർ നിൽ. ഇസ് ദാറ്റ് ക്ലിയർ? നിൽ. വൈ? സെയിം ലൈൻ ഓഫ് ബിസിനസ് ആണെങ്കിൽ ITC കിട്ടുള്ളൂ. Moving to next ITC, legal services availed for official purpose from advocate Chennai. Industry transaction ആണത്. സോ ഓവർ ഹിയർ RCM ആണ് വരുന്നത് അല്ല? ലീഗൽ സർവീസസ് നമ്മൾ ഏതിലാണ് നോക്കിയത്? ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ്. Lൽ എന്തുണ്ട്? ലീഗൽ സർവീസസ് ഉണ്ടായിരുന്നു, ശരിയല്ലേ? സോ വി ക്യാൻ സി ഓവർ ഹിയർ ചാർജ്. സെക്കൻഡ്, ചാർജിൽ I hope you all remember good looking individual is sad RCM. So over here legal service is there. Okay, so business entity എന്ത് ചെയ്യണം? RCMൽ ടാക്സ് പേ ചെയ്യണം. സോ RCM വരുമ്പോഴേക്കും അതിൻ്റെ ഡിസ്ക്ലോഷർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. RCM വരുമ്പോഴേക്കും ലയബിലിറ്റി ആവും. ഓക്കെ, സോ GST ടോട്ടൽ ഇത് ഫോർവേഡ് ചാർജിലുള്ള ലയബിലിറ്റിയാണ് FCM. ദിസ് ഇസ് RCMലുള്ള ലയബിലിറ്റിയാണ്. സോ ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ടോട്ടൽ GST ലയബിലിറ്റി വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ IGST ആണ്. സോ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ അപ്പോൾ ലയബിലിറ്റിയിലും കാണിക്കണം, കൂടാണ്ട് ITC ആയിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടോ, 31,000 ITC ഇതിൽ എന്ത് കിട്ടും? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? ITC ലെസ് ലീഗൽ സർവീസ്. സോ വൈ 2 subsection 62ൽ എന്താ പറയുക? ടാക്സ് പെയ്ഡ് അണ്ടർ 9 subsection 3 ഇസ് ആൻ എലിജിബിൾ ITC ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അതുമല്ല ഇത് ക്യാഷ് ആയിട്ട് തന്നെ അടക്കണം, ITC യൂസ് ചെയ്തിട്ട് പേ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. സോ നമ്മൾ അത്യാവശ്യം എല്ലാം തന്നെ കവർ ചെയ്തു, ഇതും കവർ ചെയ്തു. ആൻഡ് ദ ഓൺലി ലാസ്റ്റ് പോയിന്റ്, ജനറൽ ഇൻഷുറൻസ് ടേക്കൺ ഓൺ കാർ യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. സീറ്റിംഗ് കപ്പാസിറ്റി ഓൾറെഡി നമ്മൾ ബ്ലോക്ക് ക്രെഡിറ്റ്സിൻ്റെ ഇതിൽ കണ്ടിട്ടുള്ളതാണ്. എന്താ പറയുക? ITC കിട്ടില്ല എന്നുള്ള കാര്യം. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവേർട്ട് സപ്ലൈസിനും എന്ത് കിട്ടില്ല? ITC കിട്ടില്ല എന്നുള്ളത്
നമ്മൾ പ്രത്യേകം കണ്ടതാണ്. ഓക്കെ, ഇസ് ദ ക്ലിയർ? സോ ഇവിടെ 13 സീറ്റർ ആണെങ്കിൽ എന്ത് കിട്ടുള്ളൂ? ITC കിട്ടുള്ളൂ എന്നുള്ളതല്ല നമ്മൾ പ്രത്യേകം കണ്ടതാണ്. ഇത് 5 സീറ്റർ ആണ്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിന് എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. സോ ഇവിടെ 40,000 ITC കിട്ടില്ല എന്നുള്ളത് നിൽ ആയിട്ടുണ്ട്. സോ ടോട്ടൽ ITC അവൈലബിൾ ഇൻക്ലൂഡിങ് RCM ഇത് മാത്രമേ ഉള്ളൂ. ITCയിൽ ഔട്ട്ഡോർ കേറ്ററിംഗ് കിട്ടില്ല. ഓക്കെ, പിന്നെ ITC ലീഗൽ സർവീസ് RCM ആയി അത് കിട്ടും. പിന്നെ ITC ഏതാ ഉള്ളത്? ഇതും കിട്ടില്ല. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഒരു ITC മാത്രമേ ഉള്ളൂ, RCMൻ്റെ ITC. സോ പിന്നെ ജസ്റ്റ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് കാണിച്ചിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് എത്ര വന്നിട്ടുണ്ട്? 40,000, 40,950, 40,950 ആൻഡ് 31,500, 40,950, 40,950 ആൻഡ് യു ക്യാൻ സി ഓവർ ഹിയർ. ഈ ഔട്ട്പുട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ITC യൂസ് ചെയ്തിട്ട് പേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇത് 50% 50% ആയിട്ട് ITC എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് IGST-യുടെ. ഓക്കെ, സോ അത് നള്ളിഫൈ ചെയ്ത് ഇത് ക്യാഷ് ആയിട്ട് തന്നെ അടക്കണം. ITC cannot be used to pay off what? Cannot be used to pay output tax. Okay, why output tax? ITC can be used to, ITC can be used to pay off only output tax, and ITC and output tax definition, ITC can be used to pay only output tax. Only output tax. Output tax does not include what? RCM. So RCM should be paid in cash. Input cannot be used to pay off what? RCM. Why? Because input can be used to pay off only output tax. Section 2 subsection 82 അനുസരിച്ച് output tax excludes or does not include what? RCM liability. Is that clear? So ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ക്ലോഷർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വയറി. പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത്. CA ലിപ്സ്റ്റിക് അല്ലേ? നമ്മളുടെ മന്ത്ര ടു റിമെമ്പർ ഇസ് വാട്ട്? CA ലിപ്സ്റ്റിക് ഇൻ ദിസ് കേസ്. CA ലിപ്സ്റ്റിക്. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്യണം? ഇവിടെ LSP ലിമിറ്റഡ് രജിസ്റ്റേഡ് സോൾ മെഷീൻ സോ ആൻഡ് സോ ടു ബൽവന്ത് ലിമിറ്റഡ് എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമൈൻ വാല്യൂ ഓഫ് ദി ടാക്സബിൾ സപ്ലൈ. ഓക്കെ, സോ ഇവിടെ വാല്യൂ എത്രയുണ്ട്? ഇതിൻ്റെ 20,000 ഉണ്ട് ഇതിൻ്റെ വാല്യൂ. സോ തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ ചാർജസ്, സച്ച് ചാർജസ് വർ പേയബിൾ ബൈ LSP ആയിരുന്നു പേ ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ദ സെയിം ഹാവ് ബീൻ ഡയറക്ട്ലി പെയ്ഡ് ബൈ recipient. Amount payable by the supplier but paid by the recipient should be added to the value of supply. To the inspection, these charges were not recorded in invoices. Okay, അപ്പോൾ അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് പ്ലസ് ചെയ്യണം. ഫ്രൈറ്റ് ചാർജസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇൻസിഡൻറ്റൽ ചാർജസിലേക്ക് വരും. സബ്സിഡി റിസീവ്ഡ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അല്ലേ? സബ്സിഡി എന്ത് ചെയ്യണം? അതർ ദാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ബി ആഡഡ് ടു ദ വാല്യൂ ഓഫ് സപ്ലൈ. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാണ് സബ്സിഡി കിട്ടിയത്. സോ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഡിസ്കൗണ്ട് ഓഫ് 2%. ഡിസ്കൗണ്ട് ഓഫ് 2% ഓഫർ ചെയ്തു. ഏതിനകത്തേക്കാണ് ചെയ്തത്? പ്രൈസ് ഓൺ സീരിയൽ നമ്പർ 1. 1 പ്രൈസിൽ 2% ഓഫർ ചെയ്തു. അപ്പോൾ 400 രൂപയോളം വരും അല്ലേ? സോ എടുക്കേണ്ടത് എത്രയായിരിക്കും? 20,000 പ്ലസ് 6,000 പ്ലസ് 1,000 is equal to 27,000 minus 400 discount. So answer will be 26,600. Is that clear? So let's see. So answer will be 26,600. That's it. And love letters edana marakkarudhu. Love letters you should write down why you didn't take the subsidy eduthilla ennalladella krithyamaayittu endu cheyanam ezhudanda avashyamund. So moving further to the next query. Independent services kodukuvana. Person who is liable to pay GST എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സപ്ന ബിൽഡേഴ്സ് രജിസ്റ്റേർഡ് ഇൻ ഹരിയാന റെൻറ്റഡ് ഔട്ട് 20 റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ഓൺഡ് ബൈ ജെയിൻ സൊസൈറ്റി to Anand Technologies, an IT based registered കമ്പനിയാണ്. ഓക്കെ, സോ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ആണ് രജിസ്റ്റേർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇസ് എ ക്ലിയർ? സോ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ലെറ്റ് ഔട്ട് ടു എ registered person. Okay, residential dwelling normally it is what exempt ആണ്. പക്ഷേ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM വരും എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു ഫോർ അക്കോമഡേഷൻ. സോ ഇൻ ദിസ് കേസ് ഹൂ ഈസ് ലയബിൾ ടു പേ നമ്മൾ എക്സംഷൻ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. Or RCM, in the RCM specifically we had seen like renting of what? Residential dwelling to any registered person who is liable to pay. Any registered person is liable to pay. In this case ആരാണ് ചെയ്തിരിക്കുന്നത്? ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM ഒന്നും വരില്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും ആ കേസിൽ വരുന്നത്. ഓക്കെ, സോ ഓവർ ഹിയർ so therefore Anand Technologies
Anand Technology is liable to pay GST. Is that clear? Reverse charge mechanism. So, ഏതൊക്കെ സെക്ഷൻ എഴുതും? 9 subsection 3 എഴുതാം. 12/2017 നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാവുന്നതാണ്. കാരണം ലെറ്റ് ഔട്ട് നോർമലി എക്സംപ്റ്റ് ആണ്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലാണ് RCM വരുന്നത് എന്നറിയാം, എന്ന് മെൻഷൻ ചെയ്യാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് വർമ്മ കൺസൾട്ടൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ണർഷിപ്പ് രജിസ്റ്റേർഡ് ഫേം ഇൻ ഡൽഹി ആസ് എ റെഗുലർ ടാക്സ് പെയർ പെയ്ഡ് സ്പോൺസർഷിപ്പ് ഫീസ് എന്ത് ചെയ്തു? പേ ചെയ്തു. ഓക്കെ. ആർക്കാണ് പേ ചെയ്തത്? അറ്റ് എ സെമിനാർ ഓർഗനൈസ്ഡ് ബൈ NGOയ്ക്കാണ് കൊടുത്തത്. സോ supplier of service are NGO yana, because they are receiving the amount, and recipient are Verma consultants ആണ്. Verma consultants. Okay. So who is liable to pay? അവർ പാർട്ട്ണർഷിപ്പ് ഫേമാണ്. സ്പോൺസർഷിപ്പ് സർവീസിൽ റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് കമ്പനി, ബോഡി കോർപ്പറേറ്റോ പാർട്ട്ണർഷിപ്പ് ഫേമോ ആണെങ്കിൽ റെസിപ്പിയൻറ്റ് ഷുഡ് പേ. ഓക്കെ. സോ ഇൻ ദിസ് കേസ് ആരാ പേ ചെയ്യേണ്ടത്? NGO ആണോ പേ ചെയ്യേണ്ടത്? വെർമയാണോ? ഓക്കെ. NGO is receiving the amount, so the person who is receiving the amount is supplier of service. So in this case, നമുക്ക് നോക്കാം sponsorship service ആവുമ്പോഴേക്കും looking sad. Okay, sponsorship service body called partnership firm ആണ്. Verma partnership firm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So Verma consultant shall be liable to pay the GST. Is that clear? Under RCM. Verma consultants GST is payable by on said service. Okay, is that clear? Okay. So 9 subsection 3 എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം നിങ്ങളുടെ റൈറ്റബിൾ ആസ് പെർ സെക്ഷൻ 9 subsection 3 of the CGST Act 2017. Okay. So moving further, let's see. Little Smiles a photography firm ആണ്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലായി അല്ലേ? ഹാസ് കമൻസ്ഡ് the providing photoshoot services ആണ് from Delhi beginning of the current financial year. കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് till December. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യു മേ അസ്യൂം ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ് ഇസ് 18%. ലിറ്റിൽ സ്മൈൽസ് വിഷസ് എന്താ ആഗ്രഹിക്കുന്നത്? ലോവർ ടാക്സ് റേറ്റ് ആൻഡ് ഓപ്സ് ഫോർ കോമ്പോസിഷൻ സ്കീം. എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? യു ആർ റിക്വയർഡ് ടു അഡ്വൈസ് വെദർ ഇറ്റ് ക്യാൻ ഡൂ സോ ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ടാക്സ്. അതായത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സർവീസ് അല്ലേ, ഏത് സെക്ഷൻ വരും? 10 subsection 2A will come into scene അല്ലേ? 10 subsection 2A എത്ര വരെ ഓപ്റ്റ് ചെയ്യാം അവർക്ക്? കോമ്പോസിഷൻ ആകുമ്പോഴേക്കും 50 lakhs വരെ എന്ത് ചെയ്യാം? ചെയ്യാവുന്നതാണ്. 10 subsection 2ൽ എത്ര വരെ ചെയ്യാം? 50 lakhs വരെ ചെയ്യാവുന്നതാണ്. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ 50 lakhs ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 50 lakhs ആണെങ്കിൽ ഈ വർഷം എന്ത് ചെയ്യാം? 50 lakhs വരെ ചെയ്യാവുന്നതാണ്. 50 lakhs എക്സീഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേ വിൽ ബി ഔട്ട് ഓഫ് കോമ്പോസിഷൻ സ്കീം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ നോക്കുമ്പോഴേക്കും April to June 20 lakhs. Okay, no registration is required. No registration is required. June to September 30. So ഇത് വരുമ്പോഴേക്കും 50 lakhs ആവും. 20 plus 30 is equal to 50 lakhs ആവും. Okay, so ഈ 30 lakhsന് എന്ത് ഓപ്റ്റ് ചെയ്യാം? They can opt for composition scheme. എത്ര പെർസെൻറ്റേജ് വരും? 30ക്ക് 6% വരും. ഇത് കഴിയുമ്പോഴേക്കും they will be out of composition scheme ആവും because greater than I. So ഇവിടെ ആകുമ്പോഴേക്കും they will have to convert to normal scheme. Okay, they will have to convert to normal scheme and pay what? Pay 18%. So മൂന്ന് കാര്യങ്ങളായിരിക്കും വരുന്നത്. 20ക്ക് no registration required. 30ക്ക് എന്താ പറയുക, composition scheme will apply 6% under section 10(2)(a), and last 40ക്ക് they will be out ആവും, സ്കീമിൽ നിന്ന് ഔട്ട് ആവും, and normal scheme. Okay, forward charge, that is 18%. Is that clear? Okay, fine. So in order to count 50 lakhs, first supply മുതലുള്ള തന്നെ എടുക്കും. Okay, first April മുതലുള്ള സപ്ലൈ തന്നെ എടുക്കും. Is that clear? So നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 10(2)(a). Okay, so 6% CGST plus SGST 33. So 20 lakhs becomes eligible registration. Okay, threshold limit 50 lakhs in there. First day മുതലുള്ള തന്നെ എടുക്കും 50 lakhs എടുക്കാനായിട്ട്. And you can see over here April to June 20 lakhs ആണ് shall be excluded. Why? Registration is not required. പിന്നെ 30 lakhsന് എന്ത് ചെയ്യണം? 6% പേ ചെയ്യണം. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് 30 lakhsന് 6% പേ ചെയ്യണം എന്നുള്ളത് മെൻഷൻ ചെയ്തത്. പിന്നെ ബാലൻസിന് എന്ത് സംഭവിക്കും? For the balance 40 lakhs, that is thereafter. Okay, thereafter July to September quarter aggregating reaches 50 lakhs. Consequently, option to avail what?
composition scheme shall lapse. Okay, and thereafter it is required to pay tax under the normal scheme. അപ്പോൾ ഇവിടെ അത് ഇട്ടിട്ടുണ്ട്. GST ഒന്നും വരില്ല. 6%, 30 lakhsന് എന്ത് വരും? 6% tax liability will be 1.8, 6 lakhsൻ്റെ 6%. Okay, I mean 30 lakhsൻ്റെ 6%. Balance 40 lakhsന് 18% forward charge. Is that clear? Okay. So that's it. So moving on to question number 3. Mr. Sohan, a trader under GST, Delhi, is engaged in trader on a goods on toys for kids. Mr. Roshan, registered under GST in Patiala, a regular return filer, supplies toys in bulk to Sohan. Sohan and the bulk sell. Mr. Sohan is paying tax under regular scheme in Delhi, has not filed GSTR 3B for last 2 months. 2 മാസമായിട്ട് GSTR 3B ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ആരൊക്കെയുള്ളത്? സോഹൻ ഉണ്ട്, പിന്നെ ആരെയുള്ളത്? റോഷൻ ഉണ്ട് അല്ലേ? റോഷൻ. സോ റോഷൻ wants to generate e-way bill, okay, for toys amounting to 5 lakhs to be supplied to Sohan. Okay, so റോഷൻ എന്ത് ചെയ്യാണ്? സോഹന് സപ്ലൈ ചെയ്യാൻ പോവാണ്, e-way bill എടുക്കണം. And also Mr. Mohan from Jammu and Kashmir approached to Sohan for purchasing toys amounting to 75,000 for the purpose of return gift for his sons. അപ്പോൾ റോഷൻ ആർക്കാ സെല്ല് ചെയ്യുന്നത്? സോഹനാണ് സെല്ല് ചെയ്യുന്നത്. സോഹൻ ആർക്കാ സെല്ല് ചെയ്യുന്നത്? മോഹനാണ് സെല്ല് ചെയ്യുന്നത്, മോഹൻ. ഓക്കെ, അപ്പോൾ സോഹൻ എന്ത് ചെയ്തിട്ടില്ല? സോഹൻ 3B ഫയൽ ചെയ്തിട്ടില്ല. സോഹൻ എന്ത് ചെയ്തിട്ടില്ല? 3B ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ, 3B ഫയൽ ചെയ്തിട്ടില്ല. Let's see the query. Examine with reference to the provisions whether Roshan and Sohan can generate e-way bill. See, supplier ഇപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ 3B ചെയ്തിട്ടില്ലെങ്കിൽ സപ്ലയർക്ക് എന്ത് ചെയ്യാം? e-way bill ജനറേറ്റ് ചെയ്യാം. സോ ഇൻ ദ ഫസ്റ്റ് കേസ് റോഷൻ ക്യാൻ ജനറേറ്റ് e-way bill ബിക്കോസ് റെസിപ്പിയൻറ്റിൻ്റെ 3B ആണ് ജനറേറ്റ് ചെയ്യാത്തത്. സെക്കൻഡ് കേസിൽ സോഹൻ cannot ജനറേറ്റ് e-way bill ബിക്കോസ് സോഹൻ തന്നെ എന്ത് ചെയ്തിട്ടില്ല? 3B ഫയൽ ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് എ ആൻസർ. So let's see. A user will not be able to generate if the said GSTN is not eligible for e-way bill generation. Okay, so over here the blocking of e-way bill generation is only defaulting supplier ku matranalla and not for the defaulting recipient. That's the answer. Okay, so conclusion varunna endayirikkum? E-way bill generation is blocked in case of movement of goods made by Sohan to Mohan. It's an outward supply of goods by Sohan. Okay, so applying the above provision, there will be no restriction or generation of e-way bill, right? Roshan who is making the outward supply is a regular return filer, a default ഒന്നും ചെയ്തിട്ടില്ല. So Roshan to Sohan, okay, കുഴപ്പമില്ല. But Sohan to Mohan he cannot generate because supplierയുടെ GST എന്ത് ചെയ്തിട്ടില്ല? ഫയൽ ചെയ്തിട്ടില്ല. Is that clear? So moving to the next query. Mr. Raj of Rajasthan intends to start business of supplying building materials to various construction sites in Rajasthan. രാജസ്ഥാനിൽ തന്നെയാണ് സപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, ലെറ്റ്സ് സീ, Rajasthan to Rajasthan. He has taken voluntary registration under GST in the month of April. However, he has not commenced the business till December. So April, May, June, July, August, September, October 6 മാസത്തിനുള്ളിൽ ബിസിനസ് കമൻസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഓഫീസർക്ക് എന്ത് ചെയ്യാം? സുവമോട്ടോ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ഉണ്ട്. ഓക്കെ, സോ ഓഫീസർ എന്ത് ചെയ്തു? സുവമോട്ടോ ക്യാൻസൽ ചെയ്തു. മിസ്റ്റർ രാജ്, യു ആർ റിക്വയർഡ് ടു എക്സാമിൻ ദി ആക്ഷൻ ടേക്കൺ ബൈ ദ പ്രോപ്പർ വാലിഡ് ആണോ എന്ന് പറഞ്ഞു. വാലിഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇൻ രജിസ്ട്രേഷൻ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ട്. വി സോ ഇൻ രജിസ്ട്രേഷൻ ചാപ്റ്റർ, ഓക്കെ, വോളണ്ടറി ക്യാൻസലേഷൻ ആൻഡ് വാട്ട് സുവമോട്ടോ ക്യാൻസലേഷൻ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു. ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഓഫീസർ ക്യാൻ ക്യാൻസൽ ദ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഇസ് നോട്ട് ഡൺ വിത്തിൻ 6 months. ഇവിടെ 6 months എക്സീഡ് ചെയ്തു. സോ ഓഫീസർക്ക് എന്ത് ചെയ്യാം? കറക്റ്റാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഓഫീസർ. രാജ് ഹാസ് അപ്ലൈഡ് ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആഫ്റ്റർ 40 days. 40 daysനകം കൊടുത്തു ചെയ്തതിന് ശേഷം. ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ from the date of order of cancellation. Okay, department contends that application for revocation of cancellation of registration can only be made 30 ദിവസത്തിനകമേ ചെയ്യാൻ പറ്റുള്ളൂ. 40 ദിവസം ആയതുകൊണ്ട് 30 ദിവസം കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി ക്യാൻസൽ ചെയ്തത് നിങ്ങൾക്ക് റിവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ യു ആർ റിക്വയർഡ് ടു കമൻറ്റ് ഓൺ ദാറ്റ്. ലെറ്റ് സി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സോ ആ പോയിന്റ്സ് ഒക്കെ എഴുതണം. സെക്ഷൻ നമ്പർ 29 ആണ് വരുന്നത്. സെക്ഷൻ 29 അനുസരിച്ച്
എന്താ പറയുക ഈ തിയറി പാർട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് എഴുതിയിട്ട് സോ ഓഫീസറിൻ്റെ കണ്ടൻഷൻ കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഒത്തിരി അധികം ICIUCL റിപ്പീറ്റ് ചെയ്ത പോയിന്റ് ആണ്. ഓക്കെ, സോ 90 days ടൈം ലിമിറ്റ് ഉണ്ട്. റൂൾ 10B അനുസരിച്ച് എത്രയാണ്? വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് റിവോക്കേഷൻ ആപ്ലിക്കേഷന് കൊടുത്താൽ മതി. ദാറ്റ്സ് ദ contention of the department is not valid as he has applied for revocation within 90 days. So for 30 days അല്ല 90 days ഉണ്ട്. അപ്പോൾ അത് തെറ്റാണ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂ, പക്ഷേ മറ്റേത് കറക്റ്റ് ആണ്. ഓക്കെ, ഇൻ ദ വ്യൂ ഓഫ് ദി അബവ് സുമോട്ടോ ക്യാൻസലേഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ ബൈ ദ പ്രോപ്പർ ഓഫീസർ ഇസ് വാലിഡ്. ഓക്കെ ആണോ? സോ ഫസ്റ്റ് ഇസ് കറക്റ്റ്, 6 മാസം കൊണ്ട് കമൻസ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാം. സെക്കൻഡ് വൺ 30 days അല്ല 90 days ടൈം ലിമിറ്റ് ഉണ്ട്. സോ 40 days അപ്ലൈ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. ഓക്കെ, so moving on to the next query. Discuss briefly the place of supply of the over the counter purchase. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. 10 subsection 1CA. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നതാണ്. സോ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെയും കൂടി ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ബിൽ ടു ഷിപ്പ് ടു കേസിൽ. ഓക്കെ, ഡെലിവറി അഡ്രസ്സാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത് കണ്ടു. What would be the place of supply of services by an event management company organizing sporting events? So it will be 12 subsection 7 league വരും. Okay, grand organization of events. Okay, അത് നോക്കിയാൽ മതി. Discuss whether the amount available in electronic credit ledger can be used making of tax under GST law. Making payment of, yes, it can be used to making of payment of tax other than what? RCM. Okay, is that clear? RCM 2 subsection 82 അനുസരിച്ച് RCM can be used to pay off only output tax. 2 subsection 82 അനുസരിച്ച് output tax excludes what? RCM. അപ്പോൾ RCM മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? പേ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ electronic credit ledger can be used to payment of so and so, എന്നിട്ട് IGST should be first utilized ഒക്കെ എഴുതാവുന്നതാണ് ആ കാര്യങ്ങളെല്ലാം. Further iterated, output tax does not include what? RCM, implying thereby electronic credit ledger cannot be used for making of what? RCM liability. Is that clear? So ഇതാണ് മോഡൽ ടെസ്റ്റ് പേപ്പറിൻ്റെ സെക്കൻഡ് MTPയുടെ ഡിസ്കഷൻ പോയിന്റ്. ഓക്കെ.